രാഹുലെ, നമ്മൾ കാണാറുണ്ട് ഒരുപാട് സിനിമകൾക്ക് വേണ്ടിയിട്ട് അതിലെ നടീ നടന്മാർ ഭയങ്കര എഫേർട്ട് എടുത്ത് ഒരുപാട് നാളത്തെ എന്താ പറയാ ഭയങ്കര അതിനു വേണ്ടി പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കും. മലയാള സിനിമയിൽ അത് കുറച്ച് മുമ്പൊക്കെ കുറവായിരുന്നു. പക്ഷെ ഇപ്പം മലയാള സിനിമയിലും ആളുകൾ അങ്ങനെ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കാണാറില്ലേ, ജയസൂര്യ മുടിയിൽ പല പരീക്ഷണങ്ങളും നടത്തുന്നു, ഉണ്ണി മുകുന്ദൻ എന്താ ബോഡിയിൽ ഭയങ്കര ചേഞ്ചസ് ഒക്കെ വരുത്തുന്നു. പിന്നെ പുറത്ത് ബോളിവുഡിലാണെന്നുണ്ടെങ്കിൽ അവിടെ ആമിർ ഖാൻ കാണാറില്ലേ, അദ്ദേഹം ബോഡി ചിലപ്പം ഭയങ്കര ലൂസായിട്ട് അതായത് കുടവയറൊക്കെ ഉള്ള ആളായിട്ട് അഭിനയിക്കുന്നു. ചിലപ്പോൾ അത് അതിന്റെ അടുത്ത മാസത്തേക്ക് തന്നെ വേണ്ടി ആൾ 6 പാക്ക് ഉണ്ടാക്കുന്നു. അങ്ങനെ നമ്മള് എല്ലാ ഇൻഡസ്ട്രിയിലും അങ്ങനെ ഭയങ്കര ഡെഡിക്കേഷനോട് കൂടി ആളുകൾ ഇപ്പം സിനിമയെ നോക്കി കാണുന്നു, അല്ലെങ്കിൽ അത് സിനിമയെ സമീപിക്കുന്നുണ്ട് അതിൽ അഭിനേതാക്കളൊക്കെ. അപ്പം ഇപ്പൊ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയ സിനിമയായിരുന്നു മാർക്കോ എന്ന് പറയുന്നത്. അതിലെ എല്ലാവരും ഒന്നിനൊന്ന് മികച്ച അഭിനയമായിരുന്നു കാഴ്ചവെച്ചത്. എല്ലാവരും, ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ. അപ്പം അതിൽ വില്ലനായി അഭിനയിച്ച ഒരാളുണ്ടായിരുന്നു, കബീർ ദുൽഹൻ സിംഗ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹം അതിനകത്ത് വളരെ മികച്ച പ്രകടനമാണ് നടത്തിയത്, കാഴ്ചവെച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു അഭിനയ പ്രകടനത്തിന് ശേഷം അദ്ദേഹത്തിന് തന്നെ ഭയങ്കരമായൊരു ഡിപ്രഷൻ പോലെ അല്ലെങ്കിൽ അദ്ദേഹം ഭയങ്കര ട്രോമയും മാനസിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിടാൻ തുടങ്ങി ആ സിനിമയുടെ അഭിനയത്തിന് ശേഷം. ആകെ ഭയങ്കര മനപ്രയാസമായി അദ്ദേഹത്തിന് അതിൽ ചെയ്ത കാര്യങ്ങളൊക്കെ കൊണ്ട്. അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് മോക്ഷം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്നൊന്ന് രക്ഷ നേടാൻ വേണ്ടി അദ്ദേഹം ഒരു 5-6 ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശനം നടത്തി. മൊത്തത്തിൽ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിൽ നിന്ന് മാറി നിന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് വിട്ടു മാറാൻ അദ്ദേഹത്തിന് കുറച്ച് പ്രയാസം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. അത് ശരിക്കും അദ്ദേഹത്തിന് സിനിമയോടുള്ള ഡെഡിക്കേഷൻ കൊണ്ടാണ് എന്നുള്ളത് പ്രശംസനീയമാണ്. അതല്ലാതെ ആളുകൾ അത് അത്തരത്തിൽ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഓഡിയൻസ് എന്ന നിലയ്ക്ക് നമ്മൾ കരുതുക സിനിമ കഴിഞ്ഞു അവർ അതിനുള്ള പ്രതിഫലം വാങ്ങുന്നു, അവർ പോകുന്നു. നമ്മൾ ആ സിനിമ കണ്ടാണ് അതിനകത്തുള്ള ഭയങ്കര വയലൻസ് ആണ് കാര്യം. ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ഫുൾ വയലൻസ്. സിനിമ കണ്ട ഒരു 3-4 മണിക്കൂറത്തേക്കും നമുക്ക് ഭയങ്കര ഒരു പ്രഷർ ആയിരിക്കും ആ സിനിമ ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ആ സിനിമ കാണാൻ പോയിരുന്ന സമയത്ത് തിയേറ്ററിൽ എന്റെ സെയിം റോൾ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ തല ഇറങ്ങി വീണു. ഇതിപ്പം വയലൻസ് ഓരോരുത്തർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനും അല്ലെങ്കിൽ അതിനൊക്കെ ബെയർ ചെയ്യാനുള്ള ലിമിറ്റ് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് അത് ചിലപ്പോൾ ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് കാണാം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം കോൺഷ്യസ് ആയി അല്ലെ അൺകോൺഷ്യസ് ആയി വീണു പോയത്. അപ്പം പ്രേക്ഷകർക്ക് വരെ അത് അത്രയും കൂടുതൽ എഫക്ട് ചെയ്യുന്നു. അല്ല, അത് അഭിനയിച്ച ആ വില്ലന് വരെ അത്രത്തോളം അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ പ്രേക്ഷകരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ആ വില്ലൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ഒരു ഗർഭിണിയെ കൊല്ലുന്ന ഒരു സീൻ, അതാണ് വില്ലനെ ഏറ്റവും കൂടുതൽ മനസ്സ് ഉലച്ച കാര്യം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ വില്ലൻ അത് അഭിനയിച്ചപ്പോൾ ഉണ്ടായ ഒരു മാനസിക ടെൻഷൻ ഉണ്ടല്ലോ, അത് പിന്നീട് ആളുകൾ കാണുമ്പോൾ അത് വില്ലൻ അത് സ്വന്തമായി അത് കാണുമ്പം അത്രത്തോളം വരത്തില്ല. പക്ഷെ അത് മറ്റൊരാൾ കാണുമ്പോൾ, ഒരു വീക്കായിട്ടുള്ള ഒരാളാണ് അത് കാണുന്നെങ്കിൽ അവർക്ക് മനസ്സിനുണ്ടാവുന്ന വിഷമം. ഞാൻ കരുതുന്നത് അദ്ദേഹത്തിന് ഇനി അതിരുന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് അത് അഭിനയിച്ചപ്പോൾ തന്നെ ഇത്രയും വലിയൊരു ഹോണ്ടിങ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വീണ്ടും അതിരുന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം തന്നെ ഏതൊരു ഇന്റർവ്യൂവിൽ പറയുണ്ടായി ഈ കാര്യങ്ങളൊക്കെ. അതായത് ആ ഗർഭിണിയുടെ വയറ് തള്ളി കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുന്നു, കുഞ്ഞിനെ കൈ കൊണ്ട് തൂക്കി പിടിക്കുന്നു, തല കീഴായി തൂക്കി പിടിക്കുന്നു, അമ്മയുടെ വായിൽ കത്തി കുത്തി ഇറക്കുന്നു. അപ്പം അതൊക്കെ ഭയങ്കര പൈശാചികമാണ്. നമ്മൾ ശരിക്കും അത് നമ്മളൊരു സിനിമ എന്നുള്ള നിലയ്ക്ക് കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര നിസ്സാരമായിരുന്നു സംസാരിക്കാൻ പറ്റുന്നതും ആ ഒരു ലാഘവത്തിൽ നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതും എന്നുള്ളതാണ്. നേരെ മറിച്ച് ശരിക്കും ഒന്ന് റിയലൈസ് ചെയ്ത് നോക്കാം, നമ്മുടെ വീട്ടിൽ സംഭവിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ നമുക്ക് ഭയങ്കര അതിന്റെ ഭീകരത കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം അദ്ദേഹം അതിലൊക്കെ റിയൽ ആയിട്ട് ഇതിനെ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതുകൂട്ടുള്ള സിനിമകളാണ് കൂടുതൽ സൈക്കോപാത്തുകളെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇതുപോലുള്ള സിനിമകളെ എപ്പോഴും വിമർശിക്കുന്ന ആളുകൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണിത്. അതായത് ഇതൊരു സൈക്കോപാത്താണ് ഇത് കാണുന്നെങ്കിൽ അവർക്ക് കൂടുതൽ രസമായിരിക്കും അത് കാണുമ്പോൾ ഉണ്ടാവുന്നത്. അവർക്കുണ്ടാവുന്ന ഒരു ത്രസിപ്പ് കാണും ആ ഒരു ഓരോ സീനുകളും ഉണ്ടാകുമ്പോൾ. അതവർ ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കും. അങ്ങനെയാണ് കൂടുതൽ സൈക്കോപാത്തുകൾ ഉണ്ടാകുന്നത്. അതൊരു കേസ് സത്യമാണ്, ഞാൻ അതിനെ അംഗീകരിക്കുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സിനിമകൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ല, അങ്ങനെയുള്ള സിനിമകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് മൂവികൾ കൂടുതൽ നോക്കി കഴിഞ്ഞാലും ഇതേ വരുന്ന സെഗ്മെന്റുകൾ വരുന്ന ഒരുപാട് സിനിമകൾ ഇംഗ്ലീഷിലാണെങ്കിലും ഉണ്ട്. അത് വേണ്ടുന്നവർ കാണുക, വേണ്ടാത്തവർ കാണാതിരിക്കുക. അങ്ങനെ നമുക്ക് അതിനെ സമീപിക്കാൻ പറ്റുള്ളൂ. കാരണം ഓഡിയൻസ് ഡിഫറെന്റ് ആണ്.
അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിലിം മേക്കറിന്റെ ചോയ്സ് എപ്പോഴും സെയിം ആയിരിക്കില്ല. അതായത് ഇപ്പൊ ഞാനൊരു ഫിലിം മേക്കർ ആണെങ്കിൽ എന്റെ ഇഷ്ടം അല്ലെങ്കിൽ എന്റെ ഫേവറേറ്റ് ജോണർ ആയിരിക്കില്ല ഇപ്പൊ രാഹുലിന് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പൊ രാഹുലിനും ഇവിടെ ഉള്ള ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ജോണർ പ്രകാരം മാത്രമല്ല എനിക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും കൂടുതൽ സിനിമകൾ കാണാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളൊരു 10 പേര് കാണും. ആ 10 പേര് സിനിമ കാണുവാണെങ്കിൽ ഒരു 4 പേർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി 6 പേർക്ക് ആ സിനിമ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് പോലും കാണത്തില്ല. പക്ഷെ 1-2 പേർക്ക് ആ സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും, ബാക്കിയുള്ളവർക്ക് അത് ഇഷ്ടപ്പെടാതിരിക്കാം. ചിലർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, പക്ഷെ ഒരാൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ് ഡിഫറൻസ് ആണ്. ഞാൻ ഈ മാർക്കോ കണ്ട സമയത്ത് എൻ്റെ വേറൊരു ഫ്രണ്ടിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാര്യമായിട്ട് വർക്കായില്ല സിനിമ. അതായത് എനിക്ക് കണ്ടിട്ട് ആ ഒരു ഭീകരത എനിക്ക് ഫീൽ ചെയ്തില്ല. അത് വെറും സിനിമാറ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അല്ലാതെ കറക്റ്റ് നമ്മളൊരു ഹോണ്ടഡ് അവസ്ഥയിലേക്കോ അതല്ലെങ്കിൽ ഇത്രയും വയലൻസ് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് അത്രയും ക്രൂഷ്യൽ ലെവൽ വയലൻസ് ആണ് അതിനകത്ത്. അത് കണ്ടിട്ട് എനിക്ക് ഒരു ലാഘവവും ഫീൽ ചെയ്തില്ല എന്നാണ് അവൻ പറഞ്ഞത്. അപ്പൊ അവന് കാര്യമായി ആ സിനിമ വർക്കായില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് നന്നായി വർക്കായി. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമകൾ ഓരോ കാലത്തും ഡിഫറൻസ് ആണ്. നമ്മൾ ഇന്ന് കാണുന്ന സിനിമ ഒരേ സിനിമ തന്നെ നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഫീൽ ആയിരിക്കത്തില്ല നമ്മൾ നാളെ ഇരുന്ന് ആ സിനിമ കാണുമ്പോൾ. നമ്മുടെ മൈൻഡ് സെറ്റ് ഓരോ സമയത്തും ഡിഫറൻസ് ആയിരിക്കും. അതിനനുസരിച്ചായിരിക്കും ആ സിനിമകൾ നമുക്ക് അഫക്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളൊരു 10 വർഷം മുമ്പ് ഇറങ്ങിയ സിനിമ വീണ്ടും ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഇത്രയും നല്ല സിനിമയായിരുന്നു അത് നമ്മൾ ഇപ്പൊ ആലോചിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു പ്രേമം സിനിമ, അൽഫോൺസ് പുത്രന്റെ. അത് ഇറങ്ങിയ സമയത്ത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാ. അപ്പൊ അത് കണ്ട സമയത്ത് ഞാൻ എന്തോ സ്കൂളിൽ പഠിക്കുക, ആ സമയത്ത് 8-ലോ 7-ലോ എങ്ങാണ്ട് പഠിക്കുക, 8-ലോ 9-ലോ എങ്ങാണ്. ആ സമയത്ത് അത് തിയേറ്ററിൽ പോയി കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ഇതിന്റെ കാര്യമായിട്ട് ഒരു ചലനം എന്നിൽ സൃഷ്ടിച്ചില്ല. ഞാൻ അതിനകത്ത് കണ്ട് കുറെ മോക്കുരുള്ളൊരു സായി പല്ലവീനെയും പിന്നെ തേനീച്ചക്കൂട് പോലത്തെ മുടിയും സൈഡിലിട്ട് നടക്കുന്ന ഒരു മേരിയായിട്ട് അഭിനയിച്ച അനുപമ പരമേശ്വരനെയും മാത്രമാണ്. അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ എനിക്ക് ഒട്ടും കണക്റ്റ് ആയിരുന്നില്ല. നേരെ മറിച്ച് ഞാൻ ഈ അടുത്ത് ആ സിനിമ ഒന്നുകൂടി ഇരുന്ന് കണ്ടപ്പോൾ ഈ ഭയങ്കരമായി എന്നെ ഉള്ളുലച്ച് കളഞ്ഞൊരു സിനിമയാണ്. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഞാൻ ഇമോഷണലായി ആ സിനിമ കണ്ടപ്പോൾ. അപ്പം ഞാൻ അതിന് ശേഷം ഇരുന്ന് ചിന്തിച്ചു, അന്ന് എനിക്ക് വർക്കായില്ല അല്ലെങ്കിൽ അന്ന് എനിക്ക് ഇത്രയും ഇമോഷൻ കണക്റ്റ് ആയില്ല. പക്ഷെ ഇന്ന് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കണക്റ്റായി. ഞാൻ 1-2 ദിവസം അതും ചിന്തിച്ചിരിക്കുകയായിരുന്നു. ആ സിനിമ അല്ലെ ആ സിനിമയിലെ കഥാപാത്രങ്ങൾ, അതിൽ അഭിനയിച്ച നിവിൻ പോളി അല്ലെങ്കിൽ ബാക്കി നടന്മാരും നടിമാരും, അതിൻ്റെ ഒരു കഥാപശ്ചാത്തലം, അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ കണക്റ്റായി. എനിക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു എന്നെ. അത് നമ്മളൊരു പ്രായം കഴിയുമ്പോൾ നമ്മൾ ഈ സിറ്റുവേഷനിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകും. അതിനുശേഷം നമ്മൾ ഈ ഒരു സിനിമ കാണുമ്പോൾ പലപ്പോഴും നമ്മളെ അവിടെയൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യും, നമ്മളെ തന്നെ ആ ഒരു വികാരം. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ ആ പാട്ടിലെ നായകനായി മാറും. അത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെയാണ് സിനിമ. ചില സിനിമകൾ കാണുമ്പോൾ അവിടെ പ്ലേസ് ചെയ്യുന്ന ആ നായകനെ ആയിരിക്കത്തില്ല, അവിടെ അതിന് പകരം നമ്മളെ തന്നെ ആയിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കും ചില സിനിമകൾ നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് എപ്പോഴും കണക്റ്റ് ആകുന്നത്. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ ഡെയിലി ഒരേ പാട്ട് തന്നെ എല്ലാ ദിവസവും വെച്ച് കാണും. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, നീ എന്തിനാ ഇതിരുന്ന് കാണുന്നത്? പക്ഷെ അവൻ ആ സിനിമ കണ്ടപ്പോൾ അവന് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പൊ അവൻ ആ പാട്ടിൽ അവനെ കണക്ട് ചെയ്യാൻ പറ്റിയോണ്ട് അവൻ ആ പാട്ട് എത്ര കേട്ട് കഴിഞ്ഞാലും അവന് മടുപ്പ് തോന്നത്തില്ല. എനിക്ക് പക്ഷെ ആ ഒരു പാട്ട് എപ്പം കേട്ട് കഴിഞ്ഞാലും എനിക്ക് ദേഷ്യം വരും. ആളുകൾ ഓരോന്നിനെയും നോക്കി കാണുന്ന രീതിയും അല്ലെ ആളുകൾക്ക് അത് കണക്ട് ആവുന്നതിലുള്ള ഡിഫറൻസ് ആണ് അതെന്ന് പറയുന്നത്. കാരണം ആ പാട്ട് എനിക്ക് ഒട്ടും കണക്ട് ചെയ്തില്ല. അതൊരു ക്ലീശ പാട്ടാണ്, ഒരു രസവും ഇല്ല ആ പാട്ടില്. പക്ഷെ അവൻ ആ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പാട്ട് അവന് ചില പോർഷൻസ് ഉണ്ട്, ആ പോർഷൻ മാത്രം വീണ്ടും 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 ഇരുന്ന് കാണും. അങ്ങനെ കാണുമ്പോൾ നമുക്ക് അവനോടൊരു അരോചകം തോന്നും. പക്ഷെ അവൻ അതൊരു എക്സൈറ്റ്മെന്റ് ആണ്. ഓരോ തവണ കാണുമ്പോഴും അവന് അത് എക്സൈറ്റ്മെന്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അത് ഓരോ ആരാധകരുടെയും കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അതിലേക്ക് ആ സിനിമയ്ക്ക് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ ഇതേപോലെ ഞാൻ കേട്ടിട്ടുണ്ട്. മധു, പണ്ടത്തെ സിനിമ നടൻ, അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു സിനിമ പോലും അദ്ദേഹം ഇരുന്ന് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹം അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ആ കഥയിലെ ഒരാളായി അഭിനയിക്കുന്നതോ അദ്ദേഹത്തിന് കാണാൻ ഇഷ്ടമേ അല്ല. അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമ പോലും അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് പറയുന്ന അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. വേറൊരാള് അല്ലെങ്കിൽ വേറെ കുറച്ച് പേര് പറയുന്നത് ഇപ്പം മറ്റേ സതയം സിനിമയുണ്ട് മോഹൻലാലിന്റെ. ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ശേഷം മോഹൻലാൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് നാൾ ആ കഥയ്ക്കുള്ളിൽ അകപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ മോഹൻലാലിന്റെ തന്നെ സിനിമയാണ് മറ്റേ തന്മാത്ര എന്ന് പറയുന്നത്. അതിനകത്ത് അൽഷൈമർ വരുന്നതും മോഹൻലാൽ അതിനകത്ത് അകപ്പെട്ടു പോയി.
അദ്ദേഹത്തിന് അതിന്റെ അകത്ത് പുറത്ത് വരാൻ. പക്ഷെ അത് മോഹൻലാലിന് മാത്രമല്ല, ഇപ്പൊ നമ്മളെ പോലുള്ളവർക്കാണെങ്കിലും പിന്നീട് ആ സിനിമകൾ കാണാൻ തോന്നത്തില്ല. ഇല്ല അതുപോലെ ഒരു സിനിമയാണ് മൂന്നാം പക്കം എന്ന് പറയുന്നത്. അത് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു തവണയേ കണ്ടിട്ടുള്ളൂ. പിന്നെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുമില്ല. എനിക്ക് ചെയ്യാൻ ധൈര്യം വരുന്നില്ല ആ സിനിമ ഇനിയും കാണാൻ വേണ്ടിയിട്ട്. അല്ല ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ആ സിനിമ മൊത്തത്തിൽ നമ്മുടെ മനസ്സിലൂടെ വീണ്ടും വീണ്ടും മാഞ്ഞു പോകും. അതുകൊണ്ടാണ് ചില പാട്ടുകൾ നമ്മളെ അത്രത്തോളം പിടിച്ചുലയ്ക്കുന്നത്. കാരണം ആ പാട്ടല്ല, ആ പാട്ടിൽ നമ്മൾ എവിടെയോ മറന്നു വെച്ചു പോയ ആ സിനിമയിൽ ഓരോ സീനുകളും ആയിരിക്കും നമ്മുടെ മനസ്സിൽ മിന്നി മാഞ്ഞു പോകുന്നത്. ആ സിനിമകൾ നമ്മുടെ മിന്നി മാഞ്ഞു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു വിഷമം, സങ്കടം എല്ലാം ഒറ്റ പാട്ടിൽ തന്നെ ഉണ്ടാവും. നമ്മൾ പ്രേക്ഷകർക്ക് ഇത് ഇത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഇത്രത്തോളം അത് പിടിച്ചുലയ്ക്കുന്നുണ്ട് എങ്കിൽ, അതിൽ അഭിനയിച്ച, നമ്മളെ വേദനിപ്പിക്കും വിധം അതിൽ അഭിനയിച്ച ആളുകളുടെ അല്ലെങ്കിൽ അഭിനേതാക്കളുടെ ഒരു അവസ്ഥ കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു അനുഭവമാണ് ഇവിടെ മാർക്കോയിൽ വില്ലനായി അഭിനയിച്ച അദ്ദേഹം പങ്കുവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്.